കുറെ കഷ്ടമാണ് ക്ലീറ്റോ നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നതാണോ കഷ്ടം? എങ്കിൽ ഞാൻ തിരിച്ചു പോവാം. അതാണോ? നിങ്ങൾക്ക് ദോശ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അവളോട് വഴക്കിട്ട് നിൽക്കുന്നത്, അവൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അവൾ വിളിച്ചപ്പോൾ നിങ്ങൾ കള്ളു കുടിച്ച് അവളോട് എന്തൊക്കെയാണ് പറഞ്ഞ്? എന്നിട്ട് ദോശ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ബോംബെ കിടക്കുന്ന അമ്മാനെ വരെ വിളിച്ച് പരാതി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ശരിക്കും? അല്ല നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ ഒന്നിൻ്റെ വിസ്താരം? ഞാൻ അകത്തോട്ട് കയറണോ അതോ പോണോ? അകത്തോട്ട് ഇപ്പം കയറിക്കോ, വരുന്നുണ്ട്. അവളെ പപ്പാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പപ്പ പേരവടി വെട്ടി വരുന്നുണ്ട്, നിങ്ങളുടെ ചന്തിക്കിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മതിയാവുന്ന പറഞ്ഞത്. പപ്പ വരട്ടെ, അപ്പൊ അറിയാം ആരുടെ ഭാഗത്താണ് ന്യായമെന്ന്. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്നാണ് അവൾ എന്നെ വിഷമിപ്പിച്ച് വിട്ടേക്കണം. അവളോട് ചന്തി റെഡിയാക്കി നിൽക്കാൻ പറഞ്ഞാൽ മതി പപ്പ വരുമ്പോ. അയ്യേ, നിങ്ങൾ ഇത്രേ ഉള്ളോ നിങ്ങള്? ദോശ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ വെളിയിൽ കടയിൽ പോയി ഒന്നുമില്ല, പോയി കഴിക്കില്ല. അവളെ ദോശ തന്നെയാണ്. എനിക്ക് യോഗ്യതയില്ലല്ലോ, ഞാൻ വേറും കൊള്ളരുതായിരുന്നു, ലോ ക്ലാസ്. അവളെ കെട്ടിയതിന് മാത്രം കൊടുക്കട്ടെ. അത് തിന്നണേന്ന് വല്ല വിഷമാറ്റി തിന്നണേ നല്ലത്. എന്റെ ക്ലീറ്റോ ഇവിടെ വരാൻ നീ ഉണ്ടാക്ക്. അത് വെറുതെ പറഞ്ഞടി നിന്നെ വട്ട് കളിപ്പിക്കാൻ. ഉണ്ടാക്കിയാ? ഉണ്ടാക്കാം. എന്നാ ചെല്ല്, ക്ലീറ്റോ വരും. വിളിച്ചിട്ട് തന്നെ. എന്താ ശരിയായില്ലേ ചേച്ചി? കഴിച്ചു നോക്കിയാ. എന്താ കണ്ടിട്ട് തണുത്തത് പുളിച്ച മാമക്ക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട്, പക്ഷെ ശരിയായില്ല. അയ്യോ ദൈവമേ, തന്നെ ഞാനിവിടെ മേശപ്പുറത്ത് പിടിച്ചിരുത്തേക്കാ. ഇപ്പൊ എന്ത് ചെയ്യും? അങ്ങോട്ട് വരും. അതെല്ലാം എടുത്തു. ഇല്ല അത് എങ്ങനെയുണ്ട് ക്ലീറ്റ? ദോശ മനോഹരം. കൊള്ളാവോ? എടാ, പക്ഷെ അന്നത്തെ അത്ര പറ്റിയില്ല, അന്ന് കുറച്ചുകൂടി അല്ലേ? അങ്ങനെ വലിയ വ്യത്യാസമില്ല, ചെറുതായിട്ട്. മുത്ത് പറഞ്ഞതിനേക്കാളും അതിഗംഭീരമായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് സഹോദരന് വേണ്ടി പ്രത്യേകത്തോടെ സഹോദര സ്നേഹം കലർത്തിയ ദോശയാണ്. അതിൻ്റെ ഒരു രുചി വേറെയും കൊണ്ട്. ഓഹോ, ഇപ്രാവശ്യത്തെ അവാർഡ് ഇവര് തന്നെ കൊണ്ടുപോകും. മതി, കുറച്ച് അങ്ങോട്ട് കൊടുക്കും ചേച്ചി. കഴിച്ചു നോക്കിട്ട് പറയുന്നത്.